സോ ഗൈസ് അപ്പോൾ ഇപ്പോൾ പോണത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനാ. ചുവന്നണിക്ക് പോണു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ. ബസ് സ്റ്റോപ്പിൽ വരെ ഉള്ളല്ലോ. അപ്പോൾ ഗൈസ് അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ അവിടെ ഫോട്ടോസ്റ്റാറ്റ് ഇല്ലേ? അപ്പൊ നമ്മൾ പോവാണ് ഗൈസ്. പാലിക്കാലെ പോണ പാലറ്റേക്കാലെ പോണ ഗൈസ്. ഇതാണ് ചുവന്ന മണ്ണ് അക്വഡക്ട് ബ്രിഡ്ജ്. ഇതിന്റെ സെപ്പറേറ്റ് വ്ളോഗ് എടുത്തിട്ട് ഇടാട്ടോ. ഇപ്പൊ എന്തായാലും എടുക്കണില്ല, നല്ല വെയിലാണ്. വെയിലത്ത് പോയ കരിഞ്ഞ് കാളിച്ചു പോകും. അതുകൊണ്ട് ഉച്ചക്ക് അല്ല, ഇതിപ്പോ ഉച്ചയല്ലേ, വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ നേരത്തെ വന്നിട്ട് ഒരു ദിവസം സെപ്പറേറ്റ് വ്ളോഗായിട്ട് എടുത്തിടാം. അപ്പുറത്ത് അടച്ചിട്ടേക്കാണല്ലോ. അതടച്ചിട്ടേക്ക. ഹെൽമെറ്റും എടുത്തില്ല. ഞങ്ങള് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വന്ന, പക്ഷെ കട അടച്ചു. തിരിച്ചു പോവാ. ഇത് അമ്പലം കഴിച്ചു. ഈശ്വരാ, ഒരാപത്തും വരുത്തല്ലേ. പോയനല്ലോ. ഫോണും അടിച്ചില്ല, ആളും അടിച്ചില്ല, ഞാനും അടിച്ചില്ല. ഞാമല്ല പുള്ളി വന്നത് കണ്ടോ? അയ്യോ പാവം കേട്ടാ. ഓക്കെ, അങ്ങനെ ചേച്ചിയുടെ വീട്ടിലോട്ടൊന്ന് കയറാൻ വേണ്ടിട്ടോ. ആരില്ല, രമി ചേച്ചി ഉണ്ടായിരുന്നല്ലോ. പിള്ളേരാരില്ലേ? അല്ല, സ്റ്റെപ്പ് കയറി വരേണ്ടത് ഇങ്ങനെ അവസ്ഥയാ. മീനൊക്കെ വളർത്തണ്ടല്ലേ. അതൊക്കെ കൊച്ചും കിച്ചുന്റെ പരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ ഇനി കുറച്ച് വീട് കാണും. കടടച്ചിട്ടൊക്കെ അപ്പൊ ഡോറ് തട്ടിയ തുറക്കും നോക്കാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവാണ്. ചേച്ചി പറഞ്ഞു പുറത്തെ കടയിലല്ല കൊച്ചൗട്ട് എടുക്കണ, അവിടെ വീടില്ലാന്ന്. വീട്ടിൽ പോയിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഒരു അമ്മച്ചി ഉണ്ടാവും. ആ അമ്മച്ചിന്റെ അടുത്ത് പറഞ്ഞ അമ്മച്ചി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തരുമെന്ന് പറഞ്ഞു. അപ്പൊ നേരെ വീണ്ടും വീട്ടിലേക്ക് പോവാ. ഫോട്ടോസ്റ്റാറ്റ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. മാഷി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് ഇല്ലാന്ന്. അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് വേണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റ് എടുത്തിട്ട് പട്ടിക്കാട് പോകേണ്ടി വരും. നോക്കാം എന്താ ചെയ്യണം. സ്കൂട്ടിയിൽ പോലപ്പോ ഒരെണ്ണം അലകൊണ്ട് ഒരെണ്ണം വലിയ ഏട്ടം കൊണ്ട് പിന്നെ ബൈക്കിലാ പോണ. അതുകൊണ്ടല്ലേ ഞാൻ ബൈക്ക് എടുത്തത്. ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ടാ. ഹെൽമെറ്റൊക്കെ എവിടെ കൊണ്ട് വെച്ചേക്കണം? ഉറങ്ങുന്ന ആളുടെ അടുത്ത് ഏതാ പടം ചോദിച്ചാ പറയൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് പട്ടിക്കാട് പോവാണ് ഗായ്സ്. ഞങ്ങളങ്ങനെ കടയിലെത്തി ഗൈസ്. എന്തൊക്കെയോ വാങ്ങാൻ പോണേ. ഞങ്ങളങ്ങനെ നേരെ കടയിൽ തിരിഞ്ഞ് തവിട് വാങ്ങിയിട്ടുണ്ട് 10 കിലോ. എത്ര കിലോടെയാ നോക്കിക്കൊണ്ടിരിക്കും. ചേട്ടനെ കാണാൻ
കുറേ സാധനങ്ങളുണ്ട് ട്ടോ. ബാർലി അരി വാങ്ങിയതാ. 5 പാക്കറ്റ് ബാർലി അരി വാങ്ങാൻ ചോദിച്ചു 5000 അയച്ചു. സെറ്റല്ലേ? അതാ ഞാൻ പറഞ്ഞത്. 5 പാക്കറ്റ് ബാർലി വാങ്ങാനേ 5000 രൂപ. പിണ്ണാക്ക് മറന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി. 30 രൂപയുടെ 5 ബാർലി പാക്കറ്റും പിന്നെ 10 കിലോ പിണ്ണാക്കും. അതല്ലല്ലോ എന്തോ പൊടിയാ, അത് വാങ്ങി ബില്ലടിച്ച പോവാ. സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ബാക്കിലേക്ക് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ടാണ്. അപ്പം ഇനി വീട്ടിലോട്ട് പോവാം. ഫോട്ടോ സെറ്റ് എടുക്കാൻ പോയതല്ലേ ഒന്ന് കുറേ സാധനമായി.